ക്വീൻ എന്നു വിളിപ്പേര് അത് തന്ന ദിനം മുതൽ ഒളിപ്പോര്, സ്ക്രീൻ മറവിൽ വിരൽ പോര്, വന്ന ദിനം മുതൽ തകരാറ്. ഞങ്ങൾ വേറൊരു പാട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാനും വർക്കി. അതിൽ ഞാൻ എന്തോ ഒരു മൂളിയതാണ് ഈ ഒരു ഭാഗം. കോസ്റ്റ്യൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ മൂവി മൊത്തത്തിൽ കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിൽ വളരെ ഡിഫറെൻ്റ്, കളർഫുള്ളാണ്. വർക്ക് ഇങ്ങനെ ബ്രീഫ് ചെയ്ത് തന്നപ്പോഴും നമുക്ക് പെട്ടെന്ന് പിടികിട്ടില്ല എന്താണ് അവർ ഉദ്ദേശിക്കണത്, എന്ത് ലെവലാണ് ഈ മൂവിന്ന്. നമുക്കൊരു ഫാൻസ് എന്ന് പറയും, ടോക്സിക് എന്ന് പറഞ്ഞാലും നമുക്കിത് എന്താ കാര്യം എന്ന് പിടികിട്ടാൻ കുറച്ച് ഡിഫിക്കൾട്ടായിരുന്നു. ഫിലിമിന് വേണ്ടി ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫുൾ റാപ്പ് എഴുതണേ, അതുകൊണ്ടാണ് അത് കാണേണ്ടി വന്നത്. കാണാതെ നമുക്ക് ഒരിക്കലും എഴുതാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഭയങ്കര ലോ ആയിട്ടുള്ള പോയിന്റിൽ റാപ്പ് വരാറുണ്ട്. വളരെ ലോ എന്ന് പറഞ്ഞാൽ ഇമോഷണലി ഭയങ്കര സങ്കടമായിട്ടിരിക്കണ സമയത്ത് എഴുതാറുണ്ട്. കാലത്തെണീക്കണം 5 മണിക്ക്, പിടയ്ക്കണം യോഗ, പൊളിക്കണം സുംബ, എഴുതാനിരിക്കണം 10 മണിക്ക്, പിടയ്ക്കണം റാപ്പ്, പൊളിക്കണം ഗ്യാപ്പ്. റാപ്പ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും എഴുതി കൊണ്ടുവന്നാൽ എനിക്ക് പറ്റില്ല. നെഗറ്റീവ് കമൻസ് ആദ്യമൊക്കെ സങ്കടമായിരുന്നു കാണുമ്പോൾ. പ്രാവശ്യം ആരാധകനാണോ എന്നപ്പോഴും അതിൽ നോക്കിയാൽ അറിയാം കോണ്ടന്റ്. സ്ത്രീകൾ പാടുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ബോൾഡായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ അത് സൊസൈറ്റി അങ്ങനെയാണ്. സദാചാരവാദി എന്ന പേരിൽ നീ എറിയും അമ്പുകൾ തറയ്ക്കുകയില്ലൊരിക്കലും ഒരു പെണ്ണിന്റെ നെഞ്ചതിൽ, വിറയ്ക്കുന്നൊരു മനമല്ല കാരിരുമ്പിൻ ചങ്കിത്, തകർക്കുവാൻ നീ നോക്കേണ്ട തകരുകില്ല പെൺമനം. എല്ലാവർക്കും നമസ്കാരം. വ്യത്യസ്തമായ ആലാപന വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഏറെ പ്രതിപാദനയായ ഒരു ഗായികയാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത്. സ്വാഗതം ശ്രീ ഇന്ദുലേഖ വാര്യർ. താങ്ക് യു. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 ജോണർ. ഒന്ന് കവിതകൾ ചൊല്ലുന്നു, മകനോടൊപ്പം സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റായി വന്നു. അതോടൊപ്പം തന്നെ ഒരു പ്ലേബാക്ക് സിംഗറാണ്, അതോടൊപ്പം തന്നെ ഒരു റാപ്പറാണ്. ഒന്നല്ല 3 വഴികളാണ് നമുക്ക് മുന്നിലുള്ളത്. ഒപ്പം ഒരു ആക്ട്രസ് ആയിട്ടാണ് കരിയറിലെ തുടക്കം. പുതിയ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്തിഷ്കമരണം എന്ന് പറഞ്ഞ വളരെ ഡിഫറെൻറ്റ് തോട്ടിലുള്ള ഒരു മൂവി, അത് ഈ വെള്ളിയാഴ്ച റിലീസിനൊരുങ്ങുകയാണ്. മസ്തിഷ്കമരണത്തിൻ്റെ വിശേഷങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. അതിൽ സിംഗറാണ്, റാപ്പ് സോങ്ങാണ്. അതെ, കൃഷാന്തേട്ടൻ്റെ മൂവിയാണ് മസ്തിഷ്കമരണം. അതൊരു സൈഫൈ ത്രില്ലറാണ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു തോട്ട് എന്നുള്ളതിനേക്കാൾ ഉപരി അതൊരു കോമഡി മൂവിയാണ് ശരിക്കും പറഞ്ഞാൽ. അതാരും പ്രതീക്ഷിക്കാത്തൊരു ഇതാണ്. അപ്പോൾ ട്രെയിലർ കണ്ടാൽ തന്നെ കുറച്ചൊക്കെ മനസ്സിലാവും. ഒരു ഫുൾ കോമഡി ആയിട്ടുള്ള മൂവിയാണ്. അപ്പോൾ അത് ഭയങ്കര എക്സ്പെരിമെൻ്റലായിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിൽ വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ ഇൻക്ലൂഡ് ആവുന്നത്. അതെ അതെ അതെ. വർക്കിയാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ വർക്കിയായിട്ട് ഞാൻ മുമ്പും അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വളരെ അടുത്ത ഫ്രണ്ടാണ്. അപ്പോൾ വർക്കിയാണ് 4.5 സംഘം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൃഷ്ണാന്തേട്ടൻ്റെ മൂവിയും ചെയ്തിരിക്കുന്നത്, മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിരുന്നു, ഞങ്ങളും ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിരുന്നു. അങ്ങനെയാണ് കൃഷ്ണാന്തേട്ടൻ്റെ മനസ്സിലും എന്നെ കൊണ്ട് ഒരു വർക്ക് ചെയ്യിപ്പിക്കണം എന്നുണ്ടായിരുന്നു. 2021 പറ എന്ന് പറഞ്ഞിട്ടൊരു ഹിപ്പ് ഹോപ്പ് ഫെസ്റ്റിവൽ നടന്നിരുന്നു, കൊച്ചി മ്യൂസിക് ഫൗണ്ടേഷൻ്റെ. ആഷിഖ് അബു സാറൊക്കെ കൂടി നടത്തി. അപ്പോൾ അതിലുള്ള പെർഫോമൻസ് യൂട്യൂബിൽ കണ്ടിട്ട് ഇങ്ങനെ കൃഷ്ണാന്തേട്ടൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു എന്നെ കൊണ്ട് എപ്പോഴെങ്കിലും ചെയ്യിപ്പിക്കണം എന്ന്. അപ്പോൾ വർക്കായിട്ടും ക്ലോസ് ആണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഈ ഒരു മൂവിയിൽ എത്തണേ. അത് ഞാൻ മാത്രമല്ല, കുറേ റാപ്പേഴ്സ് ഈ മൂവിയിൽ ചെയ്തിട്ടുണ്ട്. കുറേ പാട്ടുകളുണ്ട്, 12 പാട്ടുകളുള്ള മൂവിയാണ്. വളരെ മ്യൂസിക്കലി വളരെ റിച്ച് ആയിട്ടുള്ള ഈ ജോൺർ. ഇപ്പോൾ ഹിപ്പ് ഹോപ്പ് എന്നുള്ള ജോൺർ വളരെ സുപരിചിതമാണ് ഇപ്പോൾ മലയാളികൾക്ക്, പല മൂവീസിലും വരുന്നുണ്ട്. പക്ഷേ കുറേ പാട്ടുകൾ ഇതിൽ ആ ഒരു ജോൺറിലുണ്ട്. കുറേ എക്സ്പെരിമെൻ്റലായിട്ടുള്ള പാട്ടുകളുണ്ട്. അതിൽ 2 പാട്ടേ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി വരാൻ പോകുന്ന പാട്ടുകളും വളരെ ഡിഫറെൻ്റാണ്. പിന്നെ കൃഷാന്തേട്ടൻ്റെ മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഫ്രണ്ട്ഷിപ്പിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്, ആളുടെ സേഫ് ആയിട്ടുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ ആൾ ചേർത്ത് നിർത്തുന്ന ഒരു പ്രകൃതമാണ് ആളുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കേട്ടപ്പോൾ സെറ്റിലും അങ്ങനെയായിരുന്നു എന്നാണ് എല്ലാവരും ആക്ടേഴ്സൊക്കെ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് മ്യൂസിക്കലിയും അദ്ദേഹം വളരെയധികം ഇൻക്ലൂഡ് ചെയ്യാനും എല്ലാം ശ്രമിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാനും ഇൻക്ലൂഡഡ് ആയത്. പിന്നെ മെയിനായിട്ട് പറയേണ്ട കാര്യം, റാപ്പ് ചെയ്യുന്ന ഫീമെയിൽ ആയിട്ടുള്ള കുറേ പേരെ, ഗേൾസിനെ കുറേ പേരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ജമൈമ എന്ന് പറഞ്ഞിട്ടൊരു റാപ്പറുണ്ട്, ലില്ലി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്. ഇവരെയൊക്കെ മൂവിയിൽ കൊണ്ടുവരുന്ന, എനിക്ക് തോന്നുന്നു കൃഷ്ണാന്തേട്ടനായിരിക്കും ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ മ്യൂസിക്കലിയും കുറേ പ്രത്യേകതകളുള്ള എന്നാൽ കോമഡി ആയിട്ടുള്ള ഒരു മൂവിയാണ്.
കൃഷാന്തിൻ്റെ മൂവികൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു സിഗ്നേച്ചറുള്ള മൂവികളാണ്. ഇപ്പോൾ ആവാസവ്യൂഹാണെങ്കിലും പുരുഷപ്രേതാണെങ്കിലും എക്സ്പെരിമെൻ്റ് എന്നുള്ളൊരു വേർഡ് കണ്ടുപിടിച്ച ഒരു സയൻറ്റിസ്റ്റാ. മലയാളത്തിലൊരു 10 ഡയറക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹമാണ്, കൃഷാന്താണ്. അത് മാത്രമല്ല വെറുതെ ഒരു എക്സ്പെരിമെൻ്റൽ മൂവി ചെയ്ത് തിയേറ്ററിൽ വരുന്നു തിരിച്ചു പോകുന്നു എന്നതിനപ്പുറം ഒരു നാഷണൽ അവാർഡും ഒരു സ്റ്റേറ്റ് അവാർഡും പിന്നെ സ്ക്രിപ്റ്റിനാണെങ്കിൽ പത്മരാജൻ അദ്ദേഹത്തിൻ്റെ പേരിൽ തിരക്കഥയ്ക്കുള്ള അവാർഡ്, അങ്ങനെ ഒരുപാട് അംഗീകാരങ്ങൾ ഈ വളരെ ചെറിയൊരു തുടക്കകാലത്ത് തന്നെ സ്വന്തമാക്കിയിട്ടുള്ളൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. കൃഷാന്തിൻ്റെ മ്യൂസിക്കിനോടുള്ള ഒരു പാഷൻ, അത് ഇപ്പോൾ പാട്ട് പാടാൻ വേണ്ടി വിളിക്കുന്നു അല്ലെങ്കിൽ ഒരു റാപ്പ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നു, അതിനപ്പുറം ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലൊക്കെ ഭയങ്കര പാഷനേറ്റ് ആണ്. വർക്ക് എൻ്റെ അടുത്ത് പറയായിരുന്നു എന്തെങ്കിലും ഒന്ന് ചെറുതായി ചോദിക്കുക എങ്ങനെയാണ് ചെയ്യാമെന്ന്. അപ്പോൾ കുറച്ച് പഠിപ്പിച്ചു കൊടുത്താൽ തന്നെ ആൾ എക്സ്പെരിമെൻ്റ് ചെയ്യും അതിൽ. അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും ഭയങ്കര അറിയാനുള്ളൊരു ഫയറുള്ള ഒരു ഡയറക്ടറാണ് എനിക്ക് തോന്നി. മ്യൂസിക്കലി ഓൾസോ അത് നല്ലൊരു ഡയറക്ടറുടെ ഇതാണല്ലോ, മ്യൂസിക്കായിട്ട് വളരെ നല്ല ബന്ധം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, അപ്പോൾ വർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്ത് നോക്കും, അങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കും. എന്നാൽ നമ്മളെ വളരെ കംഫർട്ടബിൾ ആക്കും. കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിലും വളരെ നമ്മളുടെ ഒരു സ്പേസിൽ നിന്നുകൊണ്ട് എങ്ങനെ ചെയ്യാം, എത്ര ഫ്രീഡത്തിൽ ചെയ്യാം, ഒട്ടും അങ്ങനെ ഡിസ്കറേജ് ചെയ്യില്ല. അല്ലെങ്കിൽ ഇത് അങ്ങനെയല്ല വേണ്ട അങ്ങനെ പറയില്ല. പക്ഷെ നല്ല തരത്തിൽ പറഞ്ഞു തരുന്ന, വളരെ ഫ്രണ്ട്ലി ആയിട്ട് കംഫർട്ടബിൾ ആക്കും നമ്മളെ. വർക്കിയുടെയും കംഫർട്ടബിൾ സ്പേസാണ് ഞാൻ. അങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തത്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ മ്യൂസിക്കലിയും എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ഒരാളാണ്. അല്ലാതെ ഇത്രയും പാട്ടുകൾ ഒരിക്കലും ഈ ഒരു കാലഘട്ടത്തിലെ സിനിമകളിൽ കുറവല്ലേ ഇത്രയധികം പാട്ടുകൾ. അപ്പോൾ പക്ഷേ ആ സൗണ്ട് ട്രാക്കിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നാലരസംഘത്തിലും അങ്ങനെ തന്നെയാണ്, ഒരുപാട് പാട്ടുകളുണ്ട്, അതും വളരെ എക്സ്പെരിമെൻ്റൽ ട്രാക്കുകളാണ്. എന്തുകൊണ്ടും വളരെ എക്സ്പെരിമെൻ്റൽ ഡയറക്ടറാണ്. സിനിമയിൽ ഇപ്പോൾ നമ്മൾ ഓൺ സ്ക്രീൻ വരുന്നുണ്ട്, ഇപ്പോൾ പാട്ട് എഴുതാറുണ്ട്, പാട്ട് പാടാറുണ്ട്, അതോടൊപ്പം തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം പെർഫോം ചെയ്യുക എന്നുള്ളത് ഒരു വേറെ കലാരൂപമാണ്. നന്നായി പാടുന്ന ഒരാൾക്ക് ചിലപ്പോൾ നന്നായി പെർഫോം ചെയ്യാൻ പറ്റാറില്ല. ഇന്ദുലേഖ വാര്യർ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് 3 വഴിയിലൂടെ ഒഴുകിപ്പോകുന്ന ഒരാളാണ്. ആ ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ്, അതിലിപ്പോൾ ചില ലുക്കുകൾ, അതിൻ്റെ ഒരു കളർ തീം തന്നെ ഒരു യെല്ലോ, ഇന്ന് യെല്ലോ ആണ്. അതെ, മസ്തിഷ്കമരണം എന്ന് പറഞ്ഞാൽ തന്നെ ഈ യെല്ലോ കളറാണ് നമ്മുടെ ഓർമ്മയിൽ വരിക. ആ ഒരു കളർ പാലറ്റ് ആണെങ്കിലും അതല്ലെങ്കിൽ നമ്മളെ ഒരു ലുക്ക് ആൻഡ് ഫീൽ എങ്ങനെ ഈ സോങ്ങിന്റെ ഷൂട്ടിങ്ങിൽ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ള അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇതിന് ഇങ്ങനെ മേക്കിംഗ് വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. റെക്കോർഡിങ് ചെയ്തു, പടത്തില് BGMലും ഒക്കെ വരും ഈ പാട്ട് എന്ന് എനിക്കറിയായിരുന്നു. ടീസറിൽ 2 ടീസറുണ്ട്, എനിക്ക് തോന്നുന്നു 2ലും ആരാധകനാണോ നീ ആ ഭാഗമുണ്ട്. ആ ഭാഗം വന്നത് തന്നെ വളരെ കോയിൻസിഡൻസ് ആണ്. ഞങ്ങൾ വേറൊരു പാട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാനും വർക്കി. അതിൽ ഞാൻ എന്തോ ഒരു മൂളിയതാണ് ഈ ഒരു ഭാഗം. അതിനെ ചോപ്പ് ചെയ്താണ് വർക്കിക്ക് ഇങ്ങനെ ഒരു ഐഡിയ വന്നതും കൃഷാന്തിനെ കേൾപ്പിച്ചതും അതിൽ ആരാധകനാണോന്നാക്കിയതും. അതെങ്ങനെയോ സംഭവിച്ചതാ, അത് എനിക്കറിഞ്ഞൂടാ അതെങ്ങനെയാന്ന്. അപ്പോൾ ആ പാട്ട് തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ആ ഒരു വേഴ്സ് തന്നെ വന്നത്. പിന്നെ ഇങ്ങനെ റെക്കോർഡ് ചെയ്തു. റെക്കോർഡിങ്ങിൻ്റെ ദിവസം കഴിയാറായപ്പോൾ കൃഷാന്തേട്ടൻ വന്നിരുന്നു, നമ്മളായിട്ട് സംസാരിച്ചു, വേറെ ഫിലിമിൻ്റെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെ കവർ സോങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ നായയുടെ വന്നിട്ട് റാപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു ദിവസം ഞാനിത് അയച്ചു കൊടുത്തു കൃഷ്ണന്. അപ്പോൾ പറഞ്ഞു ആക്ടിങ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കാര്യമൊന്നുമില്ല, വെറുതെ ഇത് ശരിയാവാൻ വേണ്ടിയതാണ്, നമ്മുടെ സ്വന്തം സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഓരോന്ന് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഈ പാട്ടിൻ്റെ കാര്യം വന്നപ്പോഴാണ് എന്നാൽ അതിനൊരു മേക്കിംഗ് വീഡിയോ ചെയ്യാം നമുക്ക് എന്നൊക്കെയുള്ള ഐഡിയ ആയിട്ട് വന്നത്. അത് മേ ബി മ്യൂസിക് ലേബലുകാരും ചെയ്യാമെന്ന് പറഞ്ഞു പാട്ടുകളൊക്കെ കേട്ടിട്ട്. അപ്പോൾ പിന്നെ എന്നെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാം, അങ്ങനെ ഒരു മേ ബി തോന്നിയിട്ടുണ്ടാവും, എന്നെ കൂടി സ്ക്രീനിൽ പെടുത്താൻ തോന്നിയതുകൊണ്ടായിരിക്കും. യൂട്യൂബിലൊരു മേക്കിംഗ് വീഡിയോ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞ്. കോസ്റ്റ്യൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ മൂവി മൊത്തത്തിൽ കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിൽ വളരെ ഡിഫറെൻ്റ്, കളർഫുള്ളാണ്. ദിവ്യ ജോബി ആണ് അതിൻ്റെ. ദിവ്യ ജോബി എന്ന് പറഞ്ഞ സ്റ്റൈലിസ്റ്റാണ്, ഒരു ടീമുണ്ട്. അപ്പോൾ ദിവ്യയുടെ കോസ്റ്റ്യൂംസ് എല്ലാം ആ ഒരു യെല്ലോ ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് കുറേ. രജീഷയുടെ മെയിൻ കോസ്റ്റ്യൂം ചെയ്തിരിക്കണേ, നമ്മളുടെ ഓരോരുത്തരുടെയും ഈ പാട്ടിലുള്ള ദിവ്യപ്രഭയുടെ കോസ്റ്റ്യൂം,
പിന്നെ ആൻസലിയും എൻ്റെ കോസ്റ്റ്യൂം എല്ലാം ആ സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ്. അതൊരു ഭയങ്കര എന്താ പറയുക ഭംഗിയുള്ളൊരു സാധനമാണ്. യെല്ലോയിൽ തന്നെ ആ ഒരു ഷൈനിങ് ഒക്കെ ഉള്ള ഗ്ലേസിങ് ഒക്കെ ഉള്ള. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ എനിക്കും കോസ്റ്റ്യൂം ചെയ്തു അന്നത്തെ ദിവസം. അപ്പോൾ അതെല്ലാം കോസ്റ്റ്യൂം ഇട്ടാൽ തന്നെ നമുക്കൊരു ഓക്കെ ദിസ് ഇസ് സംതിങ് ഡിഫറെൻ്റ് എന്നുള്ള അതെ അതെ അതെ. പിന്നെ ആ പാട്ടും കൂടി പ്ലേ ചെയ്യുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി പെർഫോം ചെയ്യൽ എനിക്കിഷ്ടമാണ്. അതെ. അപ്പോൾ സ്വന്തം പാട്ടായതുകൊണ്ട് ഇറ്റ് വാസ് ഈസിയർ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 1 day ഷൂട്ടായിരുന്നു വീഡിയോ. അത് ഇറ്റ് കെയിം ഔട്ട് വെൽ. നന്നായി പോടും യൂട്യൂബിൽ. അപ്പോൾ ഹാപ്പി ആയിരിക്കുന്നു. ഒരു സിംഗറായിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ആയതുകൊണ്ട് എന്തായാലും പാട്ടുകൾ രണ്ടുപേരെങ്കിലും പ്രതീക്ഷിക്കും നമ്മുടെ പ്രേക്ഷകരെ. ക്വീൻ എന്നു വിളിപ്പേര് അത് തന്ന ദിനം മുതൽ ഒളിപ്പോര്, സ്ക്രീൻ മറവിൽ വിരൽ പോര്, വന്ന ദിനം മുതൽ തകരാറ്, റൂട്ടീൻ ചെക്ക് ഓൺ സൽപ്പേര്, അളന്ന് കുറിക്കാൻ നീയാര്, സീൻ ഇല്ല ദുഷ്പേര്, തീപ്പോലാണത് പടരാറ്, മീൻ ആകും ഈ പാരിൽ കൊലച്ചോറാണോ തലച്ചോറ്, ആരോടെനിക്ക് എന്ത് കരാറ്, നോ മോർ പ്ലേയിങ് ആരാ ചാറ്. ഈ പാട്ട് എഴുതിയത് ഞാനും വർക്കിംഗ് കൂടി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എഴുതിയതാ. ഇത് ഈ മൂവിയുടെ ഒരു മെയിൻ ക്രക്സ് എന്ന് പറയാവുന്ന ഒരു കോൺസെപ്റ്റാണ്. അതായത് ടോക്സിക് ആയിട്ടുള്ള ഫാൻസിനുള്ള ഒരു മറുപടി എന്നുള്ള ഒരു ലൈനിലുള്ള പാട്ടാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് മൂവി എനിക്ക് വർക്കിങ്ങിനെ ബ്രീഫ് ചെയ്ത് തന്നപ്പോഴും നമുക്ക് പെട്ടെന്ന് പിടികിട്ടില്ല എന്താണ് അവർ ഉദ്ദേശിക്കണേ, എന്ത് ലെവലാണ് ഈ മൂവി എന്ന്. നമുക്കൊരു ഫാൻസ് എന്ന് പറയും, ടോക്സിക് എന്ന് പറഞ്ഞാലും നമുക്കിത് എന്താ കാര്യം എന്ന് പിടികിട്ടാൻ കുറച്ച് ഡിഫിക്കൾട്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ കുറച്ച് മൂവി ആദ്യം കുറച്ച് കണ്ടു, ഇതിൻ്റെ റേഞ്ച് എന്താണെന്നറിയാൻ വേണ്ടി, എങ്ങനെയാണ് എടുത്തിരിക്കണേ, എന്താണ് ഇവർ ഉദ്ദേശിക്കണേന്ന് അറിയാൻ വേണ്ടി. അതിങ്ങനെ വളരെ നാച്ചുറലായിട്ട് അവിടെ വർക്കിയുടെ വീട്ടിൽ തന്നെയാണ് സ്റ്റുഡിയോ. അപ്പോൾ അവിടെ പോയി ഇരുന്ന് വർക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ കുറച്ച് നേരം കണ്ടു. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഏത് മോഡിലാണ് എഴുതണ്ടേന്ന് എനിക്ക് മനസ്സിലായത്. അതായത് നമ്മൾ വെറുതെ എഴുതണ പോലെ വെറുതെ ഫണ്ണായിട്ട് എഴുതാൻ പാടില്ല, എന്നാൽ ഭയങ്കര പോയറ്റിക്കായിട്ട് എഴുതാൻ പാടില്ല, രണ്ടുമല്ലാത്തൊരു രീതിയിൽ കമേഴ്ഷ്യലായിട്ട് എഴുതണം. അപ്പോൾ അങ്ങനെയാണ് ഈ പാട്ട് ഉണ്ടായി. അതെ അതെ. എഴുത്തിലേക്ക് വരുമ്പോൾ ഒരു പാട്ട് പാടുന്ന പോലെയോ ഒരു സംഗീതം കൊടുക്കുന്ന പോലെയല്ല ഒരു എഴുത്തെന്ന് പറയുന്നത്. പ്രത്യേകിച്ചും നമ്മൾ കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും ഒരു റാപ്പ് എഴുതുക എന്ന് പറഞ്ഞ്. പക്ഷെ അതിനകത്ത് കൃത്യമായിട്ട് പ്രാസഭംഗിയുണ്ട്, ഒരു റിതമുണ്ട്, ഒരു റൈമുണ്ട്. ഈ 3 കാര്യങ്ങൾ ഇപ്പം മലയാളത്തിൽ റാപ്പ് ചെയ്യുന്നവരെ പറ്റി നമ്മൾ അവരുടെ പാട്ടുകൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം വേടൻ ചെയ്യുന്ന റാപ്പുകളല്ല നീരജ് മാധവ് ചെയ്യുന്നത്. ഇപ്പോൾ വേടനേക്കാൾ മുമ്പ് ഒരു സമയത്ത് നീരജിൻ്റെ റാപ്പുകൾ വലിയ ഹിറ്റായിരുന്നു, ഇപ്പോഴും അദ്ദേഹം ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പലരും ഇതുപോലെ എഴുതുന്നുണ്ട്. അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി എഴുതുമ്പോൾ റാപ്പ് എഴുതുന്നത് വേറെ തരം ഒരു ശൈലിയാണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് റാപ്പ് ഇറക്കുക എന്ന് പറയുന്നത് വേറൊരു ശൈലിയാണ്. അപ്പോൾ ഈ റാപ്പിൻ്റെ ഒരു എഴുത്ത് രീതികൾ, അപ്പോൾ പ്രത്യേകിച്ചും ഈ സിനിമ അല്ലാതെയുള്ള എഴുത്തുകൾ എങ്ങനെയൊക്കെയാണ്? സ്വന്തമായിട്ട് എഴുതുക തന്നെയാണ്. എന്ന് വെച്ചാൽ റാപ്പ് എപ്പോഴും നമ്മൾ എഴുതി പെർഫോം ചെയ്യുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഫുൾ 100% സിൻസിയറായിട്ട് വരുള്ളൂ. ഒറ്റയ്ക്കൊരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് അത് പെട്ടെന്ന് കഴിയാറുണ്ട്. ഇപ്പം എന്തെങ്കിലും മനസ്സിൽ തോന്നിയാൽ പെട്ടെന്ന് എഴുതി കഴിയും, പക്ഷെ തോന്നാൻ ഞാൻ തന്നെ വിചാരിക്കണം. അതുകൊണ്ടാണ് കുറേ ഗ്യാപ്പ് വരണ്ടേ ഓരോ പ്രോജക്റ്റിൻ്റെ ഇടയിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ പല കരിയേഴ്സ് ആയതിൻ്റെ ഉണ്ട്, പിന്നെ മോനുണ്ടായതിൻ്റെ ഒരു ബ്രേക്ക് വന്നു. എഴുതാൻ തുടങ്ങിയാൽ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ പെട്ടെന്ന് എഴുതി കഴിയാറുണ്ട്. പക്ഷെ ഫിലിമിൽ അങ്ങനെയല്ല. ഫിലിമിന് വേണ്ടി ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫുൾ റാപ്പ് എഴുതണേ. അപ്പം അതുകൊണ്ടാണ് അത് കാണേണ്ടി വന്നത്. കാണാതെ നമുക്ക് ഒരിക്കലും എഴുതാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ, കുറച്ചെങ്കിലും എന്തെങ്കിലും ഒന്ന് അറിയാതെ, അത്രയും അറിയാണ്ട് ഫിലിമിന് വേണ്ടി നമുക്ക് എഴുതാൻ പറ്റില്ല, കുറച്ച് ഡിഫിക്കൾട്ടാണ്. കാരണം അവർ പറയും കുറച്ചും കൂടി ഇതല്ല ഉദ്ദേശിക്കണേ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതല്ല ഫിലിമിലുള്ളത് എന്നുള്ളത്. ഞാൻ വളരെ ഇപ്പം ഫിലിമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒന്നേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതർവൈസ് റാപ്പ് എഴുതാൻ ഇരുന്നാൽ പെട്ടെന്ന് വരും. അതാണ് എൻ്റെ ഒരു ശൈലി. അത് കോൺസെപ്റ്റ് വരുന്നത് മേ ബി വല്ല ബാത്റൂമിലിരിക്കുമ്പോഴൊക്കെ ആയിരിക്കും. പക്ഷേ അപ്പം ഞാനിങ്ങനെ മൂളും, പിന്നെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്ത് ഇരിക്കുമ്പോഴാണ് തോന്നണതെന്ന് വെച്ചാൽ റെക്കോർഡ് ചെയ്ത് വെക്കും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ഭയങ്കര ലോ ആയിട്ടുള്ള പോയിന്റിൽ റാപ്പ് വരാറുണ്ട്. വളരെ ലോ എന്ന് പറഞ്ഞാൽ ഇമോഷണലി ഭയങ്കര സങ്കടമായിട്ടിരിക്കണ സമയത്ത് എഴുതാറുണ്ട്.
അതെന്തുകൊണ്ട് അങ്ങനെ വരണേ എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം ന്യൂ ഇയറിന് ഇറക്കിയ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അതൊരു ഭയങ്കര ഫൺ റാപ്പ്. അത് പക്ഷേ 2025 ന്യൂ ഇയറിൻ്റെ തലേ ദിവസം ഞാൻ എഴുതിയതാണ്. തലേ ദിവസം ഞാൻ എഴുതിയതാണ്. അന്ന് എൻ്റെ ലൈഫിൽ വളരെ എന്താ പറയുക, വളരെ ലോ പോയിന്റിൽ ഭയങ്കര എക്സ്ട്രീം സങ്കടമായിട്ടിരിക്കണ സമയത്ത് അന്നാണ് അത് എഴുതിയത്. അന്നൊരൊറ്റ പെട്ടെന്ന് രാത്രി എഴുതിയതാണത്. പക്ഷെ അതൊരു ഫൺ റാപ്പാണ്. അപ്പോൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇമോഷൻസ് എക്സ്ട്രീം ആയിട്ടാണ് വരണതെന്ന് തോന്നുന്നു. ഭയങ്കര സങ്കടമായിട്ടിരിക്കുമ്പോഴും നമ്മുടെ ക്രിയേറ്റിവിറ്റി പോണത് ഫണ്ണിലേക്കാണ്. അപ്പോൾ അത് എന്ത് മാജിക്കാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വളരെ ലോ ആയിട്ടിരിക്കുമ്പം, വളരെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും എഴുതാൻ കിട്ടില്ല. വളരെ ഹാപ്പി ആയിട്ട് എന്തായാലും ഈ റാപ്പ് ചെയ്തേ പറ്റൂ, ഈ ഒരു വർക്ക് ഈ ഒരു മാസം കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ എന്ന് വെച്ചാൽ ചിലപ്പോൾ തുടങ്ങാനേ പറ്റില്ല. അപ്പോൾ അതൊരു മാജിക് ഓഫ് റൈറ്റിംഗ് ആണെന്ന് തോന്നുന്നു. എൻ്റേതായിട്ടല്ല ഞാൻ പറയണേ, അതെന്തോ ഒരു മാജിക്കാണ്. ഈ കവിത എഴുതുന്നതും സിനിമ പാട്ട് എഴുതുന്നതും തമ്മിലൊരു ഡിഫറൻസ് പറയുമ്പോൾ ഇതാണ് പറയാറുള്ളത്. കാരണം ഒരു അപ്ലൈഡ് ആർട്ടായിട്ട് നമ്മളൊരു പാട്ടിന്, ഒരു സിറ്റുവേഷന് വേണ്ടി എഴുതുന്ന ഒരു പാട്ട് എഴുതുന്നു. ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് അതിനുള്ളൊരു മൂഡ് ചിലപ്പോൾ കിട്ടണമെന്നില്ല. പക്ഷെ കവിത എഴുതുന്ന നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അതെ. ഇത് വളരെ ഓർഗാനിക് ആയിട്ട് സംഭവിക്കണമല്ലോ. പക്ഷെ അങ്ങനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മസ്തിഷ്കം മരണം ഞാൻ അത്രയൊന്നും കുറേയൊന്നും സ്ട്രഗിൾ ചെയ്തിട്ടില്ല. പിന്നെ ചിലപ്പോൾ ഇവരും വളരെ എന്നെ കംഫർട്ടബിൾ ആക്കുന്നതുകൊണ്ടായിരിക്കാം. കൃഷ്ണേട്ടനും വർക്ക് ചെയ്യാൻ അങ്ങനെ വലിയ കറക്ഷൻസ് ഒന്നും പറയില്ല. നമ്മുടെ ഒരു ഫ്രീഡം തരണോണ്ടായിരിക്കാം, എനിക്ക് അറിഞ്ഞൂടാ. ഇനി ഫേർദർ വർക്ക് ചെയ്യുമ്പോൾ മേ ബി ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഇതുവരെ ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് വർക്ക് ചെയ്തിരിക്കണത്. പക്ഷേ ചിലർ റാപ്പ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും എഴുതി കൊണ്ടുവന്നാൽ എനിക്ക് പറ്റില്ല. അത് ചെയ്യാൻ അതിപ്പോൾ പൈസ തന്നിട്ട് ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പം അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി ഇതൊരു റാപ്പാണ്, ഇത് റാപ്പ് പോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ ആദ്യം ഞാൻ വിചാരിക്കും ഓക്കെ കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാം. പക്ഷെ ഇപ്പം എനിക്കത് തീരെ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അറിഞ്ഞൂടാ എന്തുകൊണ്ടാണ്. ഇതെന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്കിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. നമുക്ക് തോന്നിയാൽ പിന്നെ ഒരിക്കലും ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അല്ലെങ്കിൽ ഞാൻ പറയും ആഡിനകത്ത് ഒരു റാപ്പ് ഫില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വേറൊരു ടാസ്ക് ആണ്. കാരണം റാപ്പിന്റെ ഒരു പ്രത്യേകത അറിയാലോ. അതായത് ഇപ്പൊ ഒരു സോങ് ആണെങ്കിൽ ഒരു 4 വരിയിൽ അതിന് ഒരു ഫുൾഫിൽനെസ് ഉണ്ടായിരിക്കും. ഇതൊരു ഒരുപാട് ലൈൻസ് ഉണ്ടായിരിക്കും. ഈ ലൈൻസിനൊക്കെ ജിംഗിൾസിനൊരു കറക്റ്റ് ലിമിറ്റ് ഉണ്ടാവും. ഒരു 30 സെക്കൻഡ് ജിംഗിള് അല്ലെങ്കിൽ 1 മിനിറ്റ് മാക്സിമം. പക്ഷെ ഇവിടെ ഒരു ലെങ്തി സംഭവം ഉണ്ടായിരിക്കും. അതിലൊരുപാട് വരികൾ ഉണ്ടായിരിക്കും. അതിനകത്ത് ഋതം കൊണ്ടുവരണം, അതിനൊരു പൂർണ്ണമായ ഒരു അർത്ഥം വേണം. അങ്ങനെ കുറേ അധികം ടാസ്കുകളാണ് ഒരു ആഡിനകത്തൊരു റാപ്പ്. ഭയങ്കര ഡിഫിക്കൽട്ടാണ് അത്. നമുക്ക് സിൻസിയറായിട്ട് ചെയ്യാൻ പറ്റുമോന്ന് ചോദിച്ചാൽ പലപ്പോഴും പറ്റില്ല. അപ്പൊ അത് കാരണം നീരജിന്റെ റാപ്പ് ഇഷ്ടമായിരുന്നു ഒരു ആഡിനകത്ത്. അതെ അങ്ങനെ അതിലാളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ആള് വളരെ ഹോൾ ഹാർട്ടഡ് ആയിട്ട് എഴുതിയതായിരിക്കും, അത് കേട്ടാ അറിയാം. പക്ഷെ വേറെ പല എലമെന്റ്സ് ചേർക്കേണ്ടി വരുമ്പോഴാണ് നമുക്കത് ചെയ്യണ്ടെന്ന് തോന്നി. ഞാൻ 1-2 ഇപ്പോൾ വേണ്ടാന്ന് വെച്ചു ഈ ഇടയ്ക്ക്. അത് കാരണം ഞാൻ ചെയ്താൽ സിൻസിയറായിട്ട് വരില്ല. എല്ലാത്തിനപ്പുറം നമ്മുടെ ഒരു സന്തോഷമാണല്ലോ. അതെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇപ്പോഴല്ല, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ അയ്യോ ഞാനിത് എന്തിനാ ചെയ്തതെന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പലതും ഇടയ്ക്ക് വേണ്ടാന്ന് വയ്ക്കും. മാക്സിമം കറക്റ്റ് ഇതൊക്കെ എടുക്കാൻ നോക്കും. വല്ലാണ്ട് പറ്റില്ലാണ്ടെങ്കിൽ ഞാൻ പറയൂ വേണ്ട, ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. ന്യൂ ഇയറിന് നമ്മളിപ്പോൾ ചെയ്ത റാപ്പ് അത് വളരെ രസകരമായിരുന്നു. കാരണം പുതിയ വർഷം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പുതിയ വർഷം തുടങ്ങാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കും. നാളെ തൊട്ട് നമ്മളെയാ അല്ല വേറെ ആളായിരിക്കും എന്നൊക്കെ തീരുമാനങ്ങൾ എടുക്കും. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല പലതും. അപ്പം അത്തരം നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളെന്നല്ല എല്ലാവരും എല്ലാ കാലത്തും ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത്തരം നമ്മുടെ ചില ചിന്തകളോടുള്ള അല്ലെങ്കിൽ അത്തരം ചില തീരുമാനങ്ങളോടുള്ള ഫണ്ണി ആയിട്ടുള്ള ഒരു നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് ആ സോങ്ങിനകത്ത് പ്രതിഫലിച്ചിട്ടുണ്ടായിരുന്നത്. അത് വർക്കിയുടെ കൂടെ തന്നെ ചെയ്തേ നായടവാൽ എന്നാണ്. അത് നായടവാൽ എന്നുള്ള പാട്ടിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് അതിന് അങ്ങനെ എത്ര 12 കാലം കുഴലിട്ടാലും വളഞ്ഞു തന്നെ ഇരിക്കുള്ളൂ. കാലത്തെണീക്കണം 5 മണിക്ക്, പിടയ്ക്കണം യോഗ, പൊളിക്കണം സുംബ, എഴുതാനിരിക്കണം 10 മണിക്ക്, പിടയ്ക്കണം റാപ്പ്, പൊളിക്കണം ഗ്യാപ്പ്, പൊട്ടിപ്പിടിച്ചിരിക്കണ ഷെൽഫിൻ മുക്ക്, വായിക്കാൻ എടുത്ത് ഞാൻ 50 ബുക്ക്, തുറക്കാതിരിക്കണ ഡയറിയോ 10, അനങ്ങാണ്ടിരിക്കണ ട്രെഡ്മിൽ പുറത്ത്, ഓടാൻ കൊതിച്ചൊരു നേരം, പെട്ടക്കണ നോട്ടിന് ഷൂസ്, സ്മാർട്ടൊരു വാച്ച്, വാട്ടർ ബോട്ടിൽ, അലുവ, മാങ്ങ, തേങ്ങ, ചക്ക, മാരത്തോണിന് പോകാൻ ഞെളിയാനായി വാങ്ങി പുത്തനുടുപ്പ്, സണ്ണിൻ റേസ് തടുക്കണ ക്രീം, കണ്ണ് തണുക്കാൻ കണ്ണടയൊന്ന്, ഇന്നാ തിങ്സ് കിടക്കണ കിടപ്പ്, പെറ്റൊരു തള്ള സഹിക്കാ കിടപ്പ്.
അടിപൊളി. അതിന് നമ്മുടെ മൈൻഡിലുള്ള എല്ലാ തോട്ടുകളും അതെ 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 അതൊരു എല്ലാം കൂടി ഒരുമിച്ചാക്കി. ഇന്നാള് എൻ്റെ ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചു, പെട്ടെന്നൊരു ദിവസം മെസ്സേജ് അയച്ചു, നീ മാരത്തോണിൽ പോണില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു മാരത്തോണ എന്തിനാ ഞാൻ മാരത്തോൺ, അല്ല തൃശ്ശൂർ മാരത്തോൺ വരുന്നുണ്ട്, അല്ല നീയല്ലേ പാട്ടിലെഴുതിയത് മാരത്തോണിന് പോവാനുള്ള ഡ്രസ്സ് മേടിച്ചതൊക്കെ. അപ്പൊ ആൾക്കാർ ഇത് ഓർക്കുന്നുണ്ട്, മേ ബി അവള് ഡ്രസ്സ് മേടിച്ചപ്പോഴായിരിക്കും ഓർത്തത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇതിന് റെഡിയായി എന്ന് പറഞ്ഞപ്പം ഓർത്തതായിരിക്കും. അത് അപ്പോൾ ഫണ്ണാണെങ്കിലും ആൾക്കാർ റിലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ജിമ്മിൽ പോവാൻ മടി പിടിക്കുമ്പോൾ വേറൊരു ഫ്രണ്ട് പറഞ്ഞു ജിമ്മിൽ പോവാൻ മടിയാകുമ്പോൾ ഞാൻ അപ്പം തന്നെ ഓർക്കും, ഞാൻ ആ റാപ്പ് എടുത്തൊന്ന് കേൾക്കും. അപ്പം എൻ്റെ മടി എന്ന് വെച്ചാൽ ചിലപ്പോൾ അന്നത്തെ ദിവസം പോവില്ല, പിറ്റേ ദിവസം വീണ്ടും കേൾക്കുമ്പോൾ പോകാനുള്ളൊരു മോട്ടിവേഷൻ, ഇങ്ങനെയായ ശരിയാവില്ല എന്ന് തോന്നിയിട്ട് ഞാൻ പോവും എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ കോണ്ടന്റും ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. അപ്പോൾ പെണ്ണ് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് റാപ്പ് എൻ്റെ അടുത്ത് പറയാറുള്ളത്, വീട്ടിലെന്തെങ്കിലും അടിപിടിയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് പുറത്തു പോകാൻ പറ്റാണ്ട് തടഞ്ഞു വെക്കുമ്പോൾ ഒക്കെ ഞാൻ ഈ റാപ്പ് വേഴ്സ് ചെയ്യും എന്നൊക്കെയാണ് പറയാറില്ലേ. അതൊരു റെബൽ പോയട്രി, അങ്ങനെ ഒരു മോഡാണ് അത്. കുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികൾ മാത്രമല്ല, സ്ത്രീകളും. ഇപ്പം അമ്മയുടെ ഫ്രണ്ട്സൊക്കെ പറയും, ഇപ്പോൾ രാവിലെ ഇട്ടിട്ട് ഉച്ചവരെ ഇങ്ങനെ ഓരോ പണി ചെയ്ത് വന്നിരിക്കുമ്പോൾ ഞാൻ ഇന്ദുമോളുടെ റാപ്പ് ഞാൻ ആലോചിക്കും, കാലിൽ ചക്രാക്കി ഓടണത് എത്ര കറക്റ്റായിട്ട് അവൾ എഴുതിയിരിക്കണേന്ന് ആലോചിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ റെബൽ പോയട്രി ടൈപ്പും റിലേറ്റ് ചെയ്യുന്നുണ്ട്, ഫണ്ണും ആൾക്കാർക്ക് റിലേറ്റബിൾ ആണ്. അപ്പോൾ എനിക്ക് ഫണ്ണ് എഴുതാൻ ഭയങ്കര കോൺഫിഡൻസ് കുറവായിരുന്നു. ഒന്നാമത് എനിക്ക് ഹ്യൂമർ സെൻസ് ഇല്ല എന്നുള്ളതാണ്. ഹ്യൂമർ സെൻസ് അല്ലെങ്കിൽ സെൻസ് ഓഫ് ഹ്യൂമർ അങ്ങനെ പ്രകടമല്ല എൻ്റെ. അത് ജീനിൽ എന്തായാലും ഉണ്ടാവുമായിരിക്കും. അച്ഛൻ തന്നെ എന്നോട് പറയും, അയ്യോ ഇതിനോടൊന്നും ഞാൻ ട്യൂബ് ലൈറ്റാ, ഒന്നും മനസ്സിലാവില്ല. ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ്. മേ ബി എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ളത് മനസ്സിലുള്ളതുകൊണ്ട് അങ്ങനെ തോന്നിയിട്ടായിരിക്കും ഞാൻ അതിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നില്ല കുറേ കാലം. 2020 ഫസ്റ്റ് റാപ്പ് ചെയ്തിട്ട് ഞാൻ 2025 5 കൊല്ലം എടുത്തു ഫണ്ണിലേക്ക് കടക്കാൻ. പക്ഷെ അത് എഴുതിയപ്പം പിന്നെ ഒരു കോൺഫിഡൻസ് ആയി, ഓക്കെ അത് വർക്കൗട്ട് ആവുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ പിന്നെയും എനിക്ക് എഴുതാനുള്ള ഒരു ഫയർ കിട്ടി. പക്ഷെ ഓരോന്നും സ്വിച്ച് ചെയ്യാൻ ഭയങ്കര പാടാണ്. പക്ഷെ വൺസ് എല്ലാം അങ്ങനെയാണ്. ഞാൻ പാട്ടിലേക്ക് കടന്നു വന്നതും വളരെ സ്കെപ്റ്റിക്കലായിട്ടാണ്. ഞാൻ എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്ന് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അതുപോലെ തന്നെയാണ്. പക്ഷേ ഇറങ്ങിയപ്പോൾ പിന്നെ കടലിലേക്ക് എടുത്ത് ചാടി നീന്തേ വേറെ വഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ അങ്ങനെ പോയതാണ്. ഈ 5 വർഷം മുമ്പ് എഴുതിയ ഒരു റാപ്പ്, അപ്പോൾ ആ റാപ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ എന്ന് പറയുമ്പോഴും മലയാളി സ്ത്രീകൾക്കാണ് അത് കൂടുതലായിട്ട് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുക. കാരണം ഇവിടെ ഇപ്പോഴും ഒരു 10-20 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ സ്ത്രീകൾ അങ്ങനെ ഒരു വേറൊരു ജോബിന് പോവുക എന്നുള്ളത്. വീട്ടിലെ ഹൗസ് വൈഫ് എന്നുള്ള ഒരു ഇതിനപ്പുറം വേറെ സ്വന്തമായിട്ടൊരു കരിയർ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളുടെ പുറകെ പോകുന്നു. അങ്ങനെയൊക്കെ എത്തിത്തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളുകളായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മുടെ നല്ല സമയത്ത് അതിന് പോവാതെ ഹൗസ് വൈഫായിട്ട് ഒതുങ്ങിക്കൂടേണ്ടി വന്ന ഒരു വലിയ തലമുറയ്ക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പാട്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ പാട്ടിൻ്റെ ഒരു പിറവി, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എഴുതാനിരിക്കുന്നു, റാപ്പാണ് എഴുതുന്നത്. റാപ്പ് തന്നെ ഒരു 5 വർഷം മുന്നേ ഇപ്പോൾ ഉള്ളത്ര രീതിയിൽ എല്ലാവർക്കും അങ്ങനെ പരിചിതമായിട്ടില്ല. ഒരു 5-6 വർഷമൊക്കെ തന്നെ ആയിട്ടുള്ളൂ ഇതിൻ്റെ ഒരു രീതികളൊക്കെ പരിചയിച്ചു തുടങ്ങിയിട്ട് മലയാളികളെ സംബന്ധിച്ച്. ബാക്കി ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ഏരിയ അല്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് പലപ്പോഴും നമ്മൾ. പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളൂ. അപ്പം നമ്മൾ ആദ്യമായിട്ട് എഴുതാനിരിക്കുന്നു, അത് റാപ്പാവണമെന്നുള്ളൊരു തോട്ട്, അതിനകത്ത് ഇങ്ങനത്തെ കുറേ ആശയങ്ങൾ കൊണ്ടുവരണം എന്നുള്ളൊരു ചിന്ത, അതൊക്കെ എങ്ങനെയായിരുന്നു എത്തിയത്? അപ്പോൾ മലയാളികളുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ കാര്യം പറയാനുള്ള എന്താ വെച്ചാൽ, മലയാളികളെ ചിന്തിച്ച് തുടങ്ങിയിട്ടുള്ളൂ, മലയാളി സ്ത്രീകളെ അതിനെപ്പറ്റി ചിന്തിച്ച് തുടങ്ങിയിട്ടുള്ളൂ എന്നുള്ളതാണ് മെയിൻ കാര്യം. പുറത്തിപ്പോഴും അതുപോലെ തന്നെയാണ്. എന്ന് വെച്ചാൽ അവർക്ക് ചിന്തിക്കാനുള്ള ഫ്രീഡം പോലും പലയിടത്തും ഇല്ല. അപ്പോൾ ഇന്ത്യയിലത്തെ കാര്യം ഞാൻ പറയുന്നത്, മലയാളി സ്ത്രീകളത് ചിന്തിച്ച് തുടങ്ങി, ഞാനിങ്ങനെ ഇരുന്നാൽ പോരാ എന്നുള്ളത് ചിന്തിച്ച് തുടങ്ങി എന്നുള്ളതാണ് ഇതിൻ്റെ പ്ലസ് വിജയം. ഇങ്ങനത്തെ പാട്ടുകൾ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ 4 വിമൻ എംപവർമെൻറ്റിൻ്റെ കോണ്ടൻറ്റ് വരുമ്പോഴും ചിന്തിക്കാനുള്ള ബോധം മലയാളികൾക്കായി, സ്ത്രീകൾക്കായി തുടങ്ങി. ഇപ്പോഴും 100% ആയിന്നോ 50% പോലും മാറ്റം വന്ന് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ റാപ്പ് ലൈവ് ചെയ്യുമ്പം എല്ലാവർക്കും ഭയങ്കര അപ്രീസിയേഷൻ. പക്ഷേ ഓൺലൈനിൽ നമ്മളിത് ഇരുന്ന് വേഴ്സ് ചെയ്യുമ്പം
കുറേ കമൻസ് വരും എൻ്റെ അടിയിൽ. ആ പറയുന്ന ആളുകളുടെ വീട്ടിൽ വരെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അവിടുത്തെ സ്ത്രീകളുടെ അവസ്ഥ വളരെ മോശമായിരിക്കും. പക്ഷെ എന്നാലും അവർ പറയും ഇതൊക്കെ നീ ഏത് കാലത്തെ ഒരു പാട്ടാണ്, ഇപ്പോൾ ആർക്കാണ് ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഈ ഇന്നത്തെ കാലത്ത് ആർക്കാണ് ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ രാത്രി ഇറങ്ങി നടക്കാൻ ബുദ്ധിമുട്ട് ഏത് സ്ത്രീക്കാണെന്ന് പറയും. അവരുടെ ആ കമൻ്റ് ഇടുന്ന ആളുടെ വീട്ടിലെ സ്ത്രീകൾ തന്നെ എന്തൊക്കെ സഫർ ചെയ്യുന്നുണ്ടാവും എന്നുള്ളത് നമുക്ക് ആലോചിച്ചറിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റാപ്പ് ഇത്രയും 5 years കഴിഞ്ഞിട്ട് ഇപ്പോഴും ആൾക്കാർ സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ അസ്വസ്ഥരാകുന്നു എന്നുള്ളത് എനിക്കതൊരു പോസിറ്റീവായിട്ടാണ് തോന്നിയിരിക്കണത്. 5 കൊല്ലം മുമ്പ് എഴുതുമ്പോഴും അന്ന് എനിക്ക് തോന്നുന്നു, അന്ന് എൻ്റെ എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസസ്, അമ്മയുടെ ഫ്രണ്ട്സിൻ്റെ എക്സ്പീരിയൻസസ്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസ്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ കസിൻസിൻ്റെ എക്സ്പീരിയൻസസ്, നമ്മുടെ വീട്ടിൽ വരുന്ന ജോലി ചെയ്യുന്നവരുടെ എക്സ്പീരിയൻസസ്, വർക്ക് പ്ലേസിലുള്ളവർ പറയുന്നത്, ഇതെല്ലാം എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ പലതും എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളത് മനസ്സിലുണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ഒരു ടൈപ്പ് ആളായതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും അങ്ങനെ ഉറക്കെ പലയിടത്തും സംസാരിക്കാനോ പ്രസംഗിക്കാനോ അതിനൊന്നും ഞാൻ അതുവരെയും പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ഇതൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്തുകൊണ്ടാണ് നേരത്തെ വരണം എന്ന് പറയണേ, എന്തുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞാൽ ഇവിടെ ഒരു ബന്ധവുമില്ല, വേറൊരു വീട്ടിലത്തെയാണ്, ഫാമിലി നമ്മൾ വീട്ടുപേര് മാറണത് എന്തുകൊണ്ടാണ്, ഇന്ന ഡ്രസ്സ് പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തുകൊണ്ടാണെന്നുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉള്ളിലിരുന്ന് പുറത്തേക്ക് വന്നതാണ് പെട്ടെന്ന്. അത് എഴുതാനിരുന്നപ്പം ഈ പ്രശ്നങ്ങളാണ് എഴുതേണ്ടതെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. ഞാൻ തമിഴ് റാപ്പൊക്കെ ഒരുപാട് കേൾക്കുമായിരുന്നു. ചെറുപ്പം മുതൽ ഇംഗ്ലീഷൊക്കെ കേൾക്കുമെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് പോലെ മലയാളത്തിൽ എഴുതാൻ പറ്റുമോ അതൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. തമിഴ് റാപ്പ് കേട്ടപ്പോഴാണ് ട്രൈ ചെയ്യാം മലയാളത്തിൽ എന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാനിപ്പോൾ ആ സമയത്ത് റിലീസ് ചെയ്തപ്പോഴും 2020 July 19th ഞാൻ ഈ റാപ്പ് റിലീസ് ചെയ്തത്. അതിനു മുമ്പ് കുറേ മുമ്പ് എഴുതി കഴിഞ്ഞതാണ്. അതിൽ ഞാൻ ക്യാപ്ഷനായിട്ടും അത് തന്നെ ഇടുന്നത്. ഇത് എൻ്റെ മനസ്സിൽ കുറേ കാലമായിട്ടുണ്ടായിരുന്നതാണ്, എഴുതിയിട്ടും കുറച്ച് കാലമായി. പക്ഷെ അത് അവതരിപ്പിക്കാനും ഒരു ധൈര്യം വേണമല്ലോ. അതുകൊണ്ടാണ് ഇത്രയും കാലം വെയിറ്റ് ചെയ്തത്. പക്ഷേ ഞാൻ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ഇട്ട്. അപ്പോൾ തമിഴ് റാപ്പ് എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, എഴുതാൻ പറ്റും എന്ന് തോന്നിപ്പിക്കാൻ. എഴുതി തുടങ്ങിയപ്പോൾ പിന്നെ നെഗറ്റീവ് കമൻസ് ആദ്യമൊക്കെ സങ്കടമായിരുന്നു കാണുമ്പോൾ. കാരണം മെലഡിക്കൊന്നും നമുക്കൊന്നും കേൾക്കേണ്ടി വരുന്നില്ല, എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് പറയണു. മേ ബി വേറെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സോ ലിറിക്കലോ അങ്ങനെ എന്തെങ്കിലും പറയുന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് പക്ഷേ ഇതിപ്പോൾ ഇപ്രാവശ്യം ആരാധകനാണോ വന്നപ്പോഴും അതിൽ നോക്കിയാൽ അറിയാം കോണ്ടൻറ്റ്. സ്ത്രീകൾ പാടുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ബോൾഡായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ അത് സൊസൈറ്റി അങ്ങനെയാണ്, അതങ്ങനെ റെസ്പോണ്ട് ചെയ്യുള്ളൂ. അത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. പക്ഷെ ആക്സെപ്റ്റ് ചെയ്യുന്ന വലിയൊരു കൂട്ടം ആളുകളുണ്ട്. ഞാൻ അവർക്ക് വേണ്ടിയാണ് എഴുതണേ. അപ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളില്ല. മാത്രമല്ല ഇപ്പോൾ പറഞ്ഞ പോലെ ഈ സ്ത്രീകൾ ഇങ്ങനെ എഴുതുന്നു. അപ്പോൾ പണ്ട് മാധവിക്കുട്ടി എൻ്റെ കഥ എന്ന് പറഞ്ഞ ആ ഒരു കൃതി എഴുതുമ്പോൾ അത് അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണോ എന്ന് ചോദിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ മൊത്തം ഒരു തോട്ട് പോവുക. ഇന്ദു അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഇത് ചെയ്യുന്നു, അപ്പോൾ ഇന്ദുലേഖ വാര്യരുടെ എക്സ്പീരിയൻസ് ആണോ ഇതിൽ കാണുന്നത്? അതങ്ങനെ ബ്ലൈൻഡായിട്ട് അങ്ങനെ ഇതാണ്. ഞാൻ എൻ്റെ മാത്രമല്ല പറയണേ, ഞാൻ മൊത്തം അത് ഒരു മെയിൽ എഴുതുമ്പോൾ ഈ പ്രശ്നം വരില്ല. ഇല്ല, സ്ത്രീകൾ എഴുതുമ്പോഴാണ് എല്ലാം അവരുടെ പെർസ്പെക്റ്റീവില് അത് അവരുടെ സ്വന്തം അനുഭവങ്ങൾ അവർക്ക് ഇത്ര തീവ്രമായിട്ട് എഴുതാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. എഴുതുക എന്നുള്ളതേ ഉള്ളൂ, എഴുതാനുള്ള ഫയർ ഉണ്ടായാൽ മതി. ബാക്കി അതിന്റെ കോൺസിക്വൻസസ് ഒന്നും ഞാനങ്ങനെ വലിയ അത് ആലോചിച്ചാൽ പിന്നെ ഒരിക്കലും എഴുതാൻ പറ്റില്ല. ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഞാൻ ഭയങ്കര നമ്മളൊരു ഫ്രജൈലായി പോണ ഒരു അവസ്ഥയുണ്ട്, പോസ്റ്റ് പാർട്ടം ബ്ലൂസ്. ആ സമയത്തൊന്നും എനിക്ക് ഒട്ടും എഴുതാൻ പറ്റില്ലായിരുന്നു. കാരണം നമ്മൾ തൊട്ടാൽ പൊട്ടണ ഒരു ബബിളായിരിക്കും ആ സമയത്ത്. അതും സ്ത്രീയുടെ ഒരു വേറൊരു വെർഷനാണ്. അവർ പക്ഷെ കുട്ടിയെ നോക്കുന്ന കാര്യത്തിൽ വളരെ സ്ട്രോങ് ആയിരിക്കും, പക്ഷെ മറ്റുള്ളവർ പറയുമ്പം വളരെ ഫ്രജൈലായിട്ട് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ആ ഒരു ഫേസാണ്. ആ സമയത്ത് എനിക്കൊന്നും എഴുതാനുള്ള ഒരു ചങ്കൂറ്റം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ ഇനി ഞാൻ റാപ്പ് ചെയ്യുമോയെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. നമ്മൾ അത്രയും വീക്കായി പോവും. പക്ഷെ അതിൽ നിന്നൊരു റിവൈവൽ ഉണ്ടല്ലോ, അതിലാണ് ഞാൻ പിന്നെയും എഴുതി തുടങ്ങിയ ഫണ്ണ് ട്രൈ ചെയ്തതും
പിന്നെ വീണ്ടും ഇത് തന്നെ റെബൽ പോയട്രി തന്നെ ആരാധകനാണോ ഇതിൽ മസ്തിഷ്ക മരണത്തിൽ ചെയ്തതും അതെൻ്റെ ഒരു രണ്ടാം ജന്മമാണ്. സദാചാരവാദി എന്ന പേരിൽ നീയെറിയും അമ്പുകൾ തറയ്ക്കുകയില്ലൊരിക്കലും ഒരു പെണ്ണിന്റെ നെഞ്ചതിൽ വിറയ്ക്കുന്നൊരു മനമല്ല കാരിരുമ്പിൻ ചങ്കിത് തകർക്കുവാൻ നീ നോക്കേണ്ട തകരുകില്ല പെൺമനം. പെണ്ണെ നീ അറിയുക നിൻ ശക്തി എന്തെന്നറിയുക ഉരുകേണ്ടൊരു മെഴുകല്ല ആളേണ്ട തീയെ നീ ഉരുക്കിന്റെ ഇണയും ഉൾക്കരുത്തിന്റെ മുഖവും നീ ചിറകുകൾ വിരിക്കുക നിൻ തുടലുകൾ മുറിക്കുക നീ അറിവുകൊണ്ട് നേടുക നിൻ മുറിവുകൾ മറക്കുക നീ നോക്കുക നിന്നുള്ളിലേക്ക് കാണുക നീ കണ്ണിറച്ച് തീപ്പന്തമാണ് പെണ്ണ് ചാട്ടുളിയുടെ മൂർച്ച പെണ്ണ് എരിയാതെ പുകയാതെ തളരാതെ പിടയാതെ ജ്വാല പോലെയാളി 100 യുദ്ധങ്ങളെ വെല്ലാൻ കെൽപ്പുള്ള വീരുള്ള കരവാളിൻ മൂർച്ചയുള്ള സ്ത്രീ. അടിപൊളി. എല്ലാവരും സിനിമ കാണാം, മസ്തിഷ്ക മരണം തിയേറ്റേഴ്സിൽ കാണണം.